ഹലോ മക്കളെ, മമ്മി ഇന്ന് വന്നിരിക്കുന്നത് ദേ അമ്മുവാണ്, ഞാനല്ല. അമ്മു അപ്പ മമ്മി പറഞ്ഞ് തുടക്കം എന്നിട്ട് ഇൻട്രോ എടുക്കുക, എന്നിട്ട് ഞാൻ ചെയ്തോളാം മമ്മി എന്ന് പറഞ്ഞു. ഇന്നൊരു പുത്തൻ ബ്രേക്ക്ഫാസ്റ്റ് അവര് എപ്പോഴും ഉണ്ടാക്കണതാന്ന് പറഞ്ഞു, അവരുടെ വീട്ടിലുണ്ടാക്കണ. അപ്പൊ വേഗം എളുപ്പത്തില് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മള് ചട്ടി ചൂടാക്കാൻ വെച്ച്, ഇത് ചൂടാകാൻ കുറച്ച് സമയം നമ്മൾ ഇൻട്രോ എടുത്ത സമയം കൊണ്ട് ചൂടാക്കാൻ വെച്ചു. അപ്പൊ ചട്ടി ഇപ്പൊ ചൂടായി, അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്റെ പേരെന്തിന്റെ സാധനത്തിന്റെ? അയ്യോ, ബ്രെഡ് ഉപ്പുമാവ് ഒന്ന് പറയാം ഞാൻ. പേര് എന്തിട്ടൊക്കെ വേണ്ടേ? സവോള, പച്ചമുളക്, വേപ്പില, മുട്ട, ഇത് ഒരു പാക്കറ്റ് ബ്രെഡ്. ഇത് നമ്മൾ ആട്ട ബ്രെഡാണ് എടുത്തേക്കണത്, അതുകൊണ്ടാണ് ഈ കളറ്. അല്ലെങ്കിൽ മറ്റു സാധാ ബ്രെഡ് ആയാലും മതി. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് സവോളയും പച്ചമുളകും വേപ്പിലയും വാട്ടാം. ഇത് മിക്കവർക്കും അറിയാൻ പറ്റുന്ന സംഭവമാണ്, ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ്. അത്യാവശ്യം വിശപ്പും വേണം, വേഗം രാവിലെ ഒന്നും കഴിക്കാനായിട്ടൊന്നും ഇല്ല, അപ്പൊ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയതാണല്ലോ. പെട്ടെന്ന് ഉണ്ടാക്കി തരും അല്ലേ? അതെ. ഇത് നമുക്ക് ജസ്റ്റ് ഇനി മുട്ട ഇതിനകത്തിട്ട് ഒന്ന് ചിക്കി എടുത്തിട്ട് ഇതിട്ടാണ് ഇളക്കല. അപ്പൊ നമുക്കിത് വാടാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഈ സവോളയ്ക്കുള്ള ഉപ്പ് മതി, കാരണം ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്. തെറ്റുണ്ടാവട്ടെ, ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെയൊക്കെ പറയണേ. അപ്പൊ ഇതൊന്ന് വഴഞ്ഞു വരട്ടെ. അപ്പൊ നമ്മുടെ സവോള വഴഞ്ഞു വന്നിട്ട് അധികം മുരിയൊന്നും വേണ്ട. നമ്മള് 4 മുട്ടയാണ് എടുത്താണ്. ഇത് ഇങ്ങനെ കുഞ്ഞിതായിട്ട് മുറിച്ചെടുത്തേക്കണം ബ്രെഡ്. അപ്പൊ നമുക്ക് മുട്ട അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കട്ടെ. അല്ല, ഇത് ചിക്കി വറക്കാണ് ചെയ്യണ്ടേ? വേഗം മുട്ടയിട്. നിക്കാനാ പൊട്ടിക്കാനുള്ള സാധനം പോയി എടുത്തില്ലേ, പിന്നെ ഞാൻ അതിനകത്ത് എങ്ങനെ പൊട്ടിക്കാം? 2 3 മുട്ട കൂടിനനുസരിച്ച് ടേസ്റ്റ് കൊടുക്കാം. അതും പറഞ്ഞ് കൊറേ ഇടരുത്. പിന്നെ നമ്മള് 4 ഒരു പാക്കറ്റിന് എടുത്തേക്കണേ. അപ്പൊ അതങ്ങ് ഇട്ടു. 4 മുട്ട ഇട്ടു. ഇനി ഇത് ചിക്കി വറുത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രെഡിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഇറങ്ങൂല. യെസ്, അത്രേ ഉള്ളൂ സംഭവം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മുട്ട തേന നന്നായിട്ട് ചിക്കി ഇങ്ങനെ കണ്ട കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ കുത്തി കുത്തിയൊക്കെ കൊടുത്ത് ചിക്കി വറുത്ത് റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഒന്നുമില്ല, സിമ്പിൾ സംഭവം. അതെ, ബ്രെഡ് ആഡ് ചെയ്തു. മറ്റേ ബ്രെഡായിട്ട് ചെയ്യാട്ടെ. നമ്മുടെ ഇപ്പൊ ആട്ട ബ്രെഡ് ഇരുന്നാലും നമ്മൾ അത് വെച്ച് ചെയ്തു. ചൂടാവണം നല്ലോണം. അപ്പൊ ഇതിങ്ങനെ ഒന്നും കൂടി ഒന്ന് ഇതായി മാറും. എന്താ പറയാ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോ. വെളിച്ചെണ്ണ ഒരു എണ്ണമയം വരുമ്പോ അത്ര കൊണ്ട് ടേസ്റ്റ് വരും. നെയ്യൊക്കെ ഇട്ട് ചെയ്ത രസാട്ടാ. അപ്പൊ നമ്മുടെ നെയ്യ് ഇല്ലായിരുന്നു. നമ്മള് മിക്സ് ആക്കി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇനി തിന്നോക്കിട്ട് അഭിപ്രായം പറയാട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. റെഡി ആയിട്ട് ഇനി കഴിക്കുന്ന ടൈമിൽ വരാല്ലേ? ഇത് കഴിച്ചിട്ടുണ്ട് കഴിക്കാനുള്ള ടൈമിൽ വരാല്ലേ? ചായ ഒക്കെ റെഡി ആക്കിട്ട്. അതെ, ഓക്കെ. അയ്യോ, മമ്മിയുടെ ഒക്കെ ഞാൻ പറഞ്ഞുട്ടാ. കൈക്ക് ബലമില്ലാത്ത പോലെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കാണാൻ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നല. നോക്കട്ടെ, കഴിച്ചു നോക്കിയാൽ അറിയാം. അപ്പൊ എളുപ്പത്തില് കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ലതാ. നല്ലതാ. അവരിത് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു, അതിന്റെ പേരിലാണ്. കുഴപ്പമില്ല. ഫ്ലേവറുകളെല്ലാം ഉണ്ട്. മുട്ടയുടെ ഞാൻ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ അടിപൊളി. ഈ
ആട്ടയുടെ ബ്രെഡ് ആകുമ്പോൾ നമുക്ക് ഷുഗർ ആർക്കും കഴിക്കാല, മമ്മിക്കും കഴിക്കാല. അപ്പം അങ്ങനെ എടുത്ത് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ, ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ. അപ്പം അതെ മമ്മിയുടെ നെയിൽ ആർട്ട്, മമ്മിയുടെ ഈ ആഴ്ചത്തെ നെയിൽ ആർട്ട് കണ്ട എങ്ങനെയുണ്ട് പറഞ്ഞോളൂ കേട്ടാ.